വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ചാലക്കുടി നോർത്ത് ബസ് സ്റ്റാൻഡ് 19-ാം തീയതി തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജയന്തി പ്രവീൺകുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 5 മണിക്ക് കൊറോണ പ്രോട്ടോകോൾ പ്രകാരം ബി.ഡി. ദേവസി എം.എൽ.എ. ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ചെയർപേഴ്സൺ ജയന്തി പ്രവീൺകുമാർ അധ്യക്ഷത വഹിക്കും. 2009-2010 ബസ് സ്റ്റാൻഡിന് തുടക്കം കുറിക്കുന്നത്. ബി.ഡി. ദേവസി എം.എൽ.എയുടെ വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ അനുവദിച്ചത് ഉപയോഗിച്ചാണ് നിർമ്മാണം ആരംഭിക്കുന്നത്. 2 ഭരണസമിതികളുടെയും ശ്രമഫലമായിട്ടാണ് ഏകദേശം 3 കോടി രൂപയോളം ചെലവിൽ 2 ഏക്കർ 10 സെന്റ് സ്ഥലത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ UDF ഭരണസമിതിയുടെ കാലത്ത് നിർമ്മാണം നടത്തിയിരുന്നെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് അന്നത്തെ പ്രതിപക്ഷവും യൂണിയൻകാരും ബസ് സ്റ്റാൻഡിൽ ബസ്സുകളുടെ പ്രവേശനം അവസാനിപ്പിക്കുകയായിരുന്നു. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ 6 മാസം കൊണ്ട് പ്രവർത്തനം ആരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിലും പല കാരണങ്ങൾ മൂലം നിർമ്മാണം നീണ്ടുപോവുകയായിരുന്നു. ഇപ്പോഴും പൂർണ്ണമായി നിർമ്മാണം പൂർത്തിയായിട്ടല്ല ഉദ്ഘാടനം നടത്തുന്നത്. ചില അറ്റകുറ്റപ്പണികൾ ഇനിയും പൂർത്തിയാക്കാനുണ്ടെന്നും അധികൃതർ പറഞ്ഞു. പല കാരണങ്ങൾ പറഞ്ഞാണ് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം നീണ്ടുപോയത്. ഉദ്ഘാടന ദിവസം മുതൽ ബസ്സുകൾ സ്റ്റാൻഡിൽ പ്രവേശിപ്പിച്ചു തുടങ്ങും. 20-ാം തീയതി മുതൽ സ്റ്റാൻഡ് പൂർണ്ണമായി പ്രവർത്തനം ആരംഭിക്കുമെന്ന് ചെയർപേഴ്സൺ അഭിപ്രായപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർമാൻ വിൻസെന്റ് പാണാട്ടുപറമ്പൻ, പാർലമെന്ററി പാർട്ടി ലീഡർ PM ശ്രീധരൻ, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിജി സദാനന്ദൻ, മുൻ ചെയർപേഴ്സൺ ഉഷ പരമേശ്വരൻ, വാർഡ് കൗൺസിലർ BC ഗണേശൻ, നഗരസഭാ സെക്രട്ടറി MS ആകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. ബഹുമാനപ്പെട്ട MLA ശ്രീ ബി.ഡി. ദേവസി MLA അവർകളാണ് ഈ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. നഗരസഭ ചെയർപേഴ്സൺ, അതുപോലെ വൈസ് ചെയർമാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, അതുപോലെ ജനപ്രതിനിധികളെല്ലാം ഒത്തുചേർന്ന ഒരു ചെറിയ പരിപാടി. ഇപ്പോഴത്തെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ 20ഓളം പേര് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയുള്ള ഒരു പരിപാടിയായിട്ടാണ് നമ്മൾ ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ബസ് സ്റ്റാൻഡിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട MLA 25 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഷെൽട്ടർ സ്ഥാപിക്കുകയും അതുപോലെ തന്നെ നഗരസഭ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 1.5 കോടി രൂപയും നഗരസഭ ഓൺ ഫണ്ട് ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപയും ചെലവഴിച്ചുകൊണ്ട് 2.5 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു ബസ് സ്റ്റാൻഡാണ് വരുന്നത്. നമുക്കറിയാം, ആനമല ജംഗ്ഷൻ എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയ, ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു പട്ടണത്തിൻ്റെ ഒരു ചെറിയ ഭാഗമായിരുന്നു. എന്നാൽ ഇന്ന് വിസ്തൃതമായ രീതിയിൽ വലിയ ഇടുങ്ങിയ സ്ഥലത്തൊക്കെ ഉള്ള കച്ചവടക്കാരെ മാറ്റി പുനരുജ്ജീവിച്ചുകൊണ്ട് തന്നെ മറ്റു ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ട് വലിയ ഒരു പട്ടണം പോലെ നോർത്ത് ബസ് സ്റ്റാൻഡിൻ്റെ ആ ഏരിയ മാറിയിരിക്കുകയാണ്.